എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയശ്രീ. വളരെ പെട്ടെന്ന് ഈസിയായി ടേസ്റ്റിയായി റെഡിയാക്കാൻ പറ്റിയൊരു ചെമ്മീൻ റോസ്റ്റിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുക്കുക. അതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത് ഇച്ചിരി നേരം റെസ്റ്റ് ചെയ്യാൻ വേണം. ആ സമയം കൊണ്ട് നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 1-2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലാദ്യം വേണ്ട ഉലുവ, അതിനുശേഷം ഇത്തിരി കടുക്, ഇതും കൂടി ഇട്ട് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ആ തക്കാളി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴട്ടിയ ശേഷം അതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടെ ഇടണം. ഇത് നന്നായി വഴണ്ട ഒരു ബ്രൗൺ നിറം ആകുന്നോടം വരെ വഴട്ടിക്കൊണ്ടിരിക്കും. ഈ സ്റ്റേജ് ആകുമ്പം നമുക്കതിലേക്ക് ശകലം മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിനാവശ്യമായ എരിവിന് നന്നായി ഇളക്കി അതിലേക്ക് ശകലം വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി പരുവാൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്കിട്ട് വീണ്ടും നന്നായി ഇളക്കുക. കുറേ സ്പൂണുകൾ വരുന്നുണ്ട്, അതെൻ്റെ മക്കളാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ടായിരിക്കാം. വെള്ളമെല്ലാം പറ്റി ഓരോ ചെമ്മീനും മുളകെല്ലാം പിടിച്ച് ആ തക്കാളിയുടെ പുളിയും എല്ലാത്തിലും പിടിച്ച് നല്ല ഈ റോസ്റ്റ് പരുവോ. വീണ്ടും അതിൽ വെള്ളം ശകലം കാണുമോ. വീണ്ടും ഇളക്കി അതിലെ ജലാംശം എല്ലാം വറ്റുന്നോടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അടി പിടിക്കാതെ ഇളക്കി നല്ല റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് താത്ത് വെക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ടേസ്റ്റിയായിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഇനി ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ വളരെ ഇഷ്ടമാവും. ഓരോന്നോരോന്ന് പെറുക്കി കഴിക്കാനും ഈസിയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ടാറ്റാ, ബൈ, സീ യു.